നമസ്കാരം. സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്ത്രീകളെ കെട്ടിയിട്ടതിന് ശേഷം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക, കൊച്ചുകുട്ടികളെപ്പോലും കൊലക്കത്തിക്ക് ഇരയാക്കുക തുടങ്ങിയ അതീവ ക്രൂര കൃത്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തിനിടയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൊടിയ ക്രൂര കൃത്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. സുഡാനിലെ സായുധ സേനയും ഒരു അർദ്ധസൈനിക വിമത ഗ്രൂപ്പായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ വളരെ കാലമായി നിലനിൽക്കുന്ന സംഘർഷമാണ് ഇതിനൊക്കെയെല്ലാം വഴിവെച്ചിട്ടുള്ളത്. ഈ വിമത വിഭാഗമാകട്ടെ വ്യാപകമായ തോതിലാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യം സുഡാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി പേരുടെ അമ്പരപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീ പറയുന്നത്, തൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയെത്തിയ ഒരു സംഘം വിമതന്മാർ തന്നെ ബലാത്സംഗം ചെയ്തത് തൻ്റെ മകളെ, കൊച്ചുകുട്ടിയായ മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് തന്നെ ബലാത്സംഗം ചെയ്തത് എന്നാണ്. ഇത് തടയാൻ ശ്രമിച്ച കുട്ടിയെ അവർ തല്ലുകയും ചെയ്തു. വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് തനിക്ക് ഉള്ളത്. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു സ്ത്രീ പറയുന്നതാകട്ടെ അതിലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അവരുടെ 11 വയസ്സുള്ള മകൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഈ വിമതന്മാർ അവരെ ബലാത്സംഗം ചെയ്തത് എന്നാണ്. ഇത് 11 വയസ്സുകാരായ തൻ്റെ മകൻ തടയാൻ ശ്രമിച്ചുവെന്നും വിമതന്മാരാകട്ടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന തോക്കുകൊണ്ട് ആ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനത്തിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ നട്ടെല്ലിന് തകരാറ് സംഭവിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ബലാത്സംഗത്തിൻ്റെ ഫലമായി താൻ ഗർഭിണിയാവുകയും ചെയ്തിരുന്നുവെന്നും പിന്നീട് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചതായും ഇവർ പറയുന്നുണ്ട്. ഒരു ഗൃഹനാഥൻ പറയുന്നതാകട്ടെ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ ഈ വിമതന്മാർ അവിടുത്തെ പുരുഷന്മാരോടെല്ലാം തന്നെ തറയിൽ കമിഴ്ന്ന് കിടക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ്. ഇതിനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ച ആ വീട്ടിലെ ഒരു സ്ത്രീയെ ഇവർ പിന്നീട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മാത്രവുമല്ല, ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് ഗൃഹനാഥൻ കുറ്റപ്പെടുത്തുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഇവരുടെ തന്നെ ക്യാമ്പുകളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഈ തീവ്രവാദികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒരു ആശുപത്രികൾ തോറും കയറി ഇറങ്ങി നേഴ്സുമാരെയും തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന നേഴ്സുമാരെ ഇവർ അതിക്രൂരമായ രീതിയിലാണ് ബലാത്സംഗം ചെയ്യാറുള്ളത്. ഇതിനെ ചെറുക്കാൻ ശ്രമിച്ച ഒരു നേഴ്സിനെ ഇവർ ആദ്യം തീ കൊളുത്തിയതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. സുഡാനിൽ നടക്കുന്ന ഈ കൊടിയ പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ തന്നെ ആരും കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നത്. നിരവധി കൊച്ചുകുട്ടികളെയാണ് ഇവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയതിന് അതിക്രൂരമായി കൊന്നത്. പലരെയും കത്തിയും മറ്റും ഉപയോഗിച്ച് വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്താണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭീകരമായ സംഭവങ്ങൾ നടന്നിട്ടും ലോക മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വലിയൊരു സംഭവം നടന്നിട്ടും എന്താണ് ലോകത്ത് ആരും തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ചോദിക്കുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഈ അതിക്രമത്തിനിരയായ സ്ത്രീകളുടെ ശരിയായ പേരും മറ്റ് വിവരങ്ങളും ഒഴിവാക്കി വ്യാജ പേര് നൽകിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും സുഡാനിലെ വിമതരും അവിടുത്തെ ഔദ്യോഗിക സേനയും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ ഈ 2 വിഭാഗക്കാരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതാണ് പ്രധാനമായും ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നത്. സൈന്യവും അതുപോലെ വിമതരും ഒരുപോലെ ലക്ഷ്യമിടുന്നത് സ്ത്രീകളെയാണ്. അവരെ ക്രൂരമായ ബലാത്സംഗം ചെയ്യുകയും പലരെയും കൊല്ലുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നത്.